കൂട്ടുകാരെ, ഞാൻ ഉഷാച്ചുരുള്ളൂർ മല്ല മൊബൈൽ പേജിൽ നിന്നും സോറി ഇന്ന് ഈ വീഡിയോ ഒരു ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ്റെ ട്യൂട്ടോറിയലാണ്. ഒരുപാട് ആൾക്കാർ എന്നോട് സംശയം അതല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന വൈഫൈ ഹാക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ പറ്റി. ആക്ച്വലി വൈഫൈ ഹാക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഒരിക്കലും 100% വർക്കിംഗ് അല്ല എന്നുള്ളതായിരുന്നു മെയിൻ കാരണം. അതുകൊണ്ട് ഞാൻ ആ സോഫ്റ്റ്വെയർ ഒരുപാട് സോഫ്റ്റ്വെയറിൽ പരീക്ഷിച്ചതാണ്, ഒരുപാട് ആപ്ലിക്കേഷൻ പരീക്ഷിച്ചതാണ്. അങ്ങനെ അതിൽ നിന്ന് നല്ലതായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു 98% വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ ട്യൂട്ടോറിയലാണ് ഈ വീഡിയോ. അതിനു മുന്നേ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഫേസ്ബുക്ക് പേജിൽ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്തൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വളരെ വിനീതനായിട്ട് പറയുകയാണ് നിങ്ങളോട്. ഒരു ഷെയർ, നിങ്ങൾ ചെയ്യുന്ന ഒരു ഷെയർ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടും എന്നുള്ളതാണ് മെയിൻ. അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ബട്ടൺ കാണാം. ആ സബ്സ്ക്രൈബ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, എൻ്റെ ഓരോ അപ്ഡേറ്റും നിങ്ങൾക്ക് മെസ്സേജായി അതല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലെത്തുന്നതാണ്. അതുപോലെ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് ഫ്രണ്ട്സ്. നമുക്ക് ഇനി ആ വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് നോക്കാം ഏതാണ് ആ സോഫ്റ്റ്വെയർ എന്ന്. നിങ്ങൾ ഒന്നും ചെയ്യാനില്ല, ലിങ്ക് ഞാൻ ഇതിൽ തരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതല്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണ്ട എന്നുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം വൈഫൈ മാപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. വൈഫൈ മാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു 2-3 ഒരുപാട് വൈഫൈയുടെ ഒരുപാട് സോഫ്റ്റ്വെയർ, കാരണം ഏറ്റവും കൂടുതൽ റേറ്റിംഗ് വാങ്ങുന്നത് വൈഫൈയുടെ സോഫ്റ്റ്വെയറാണ്. ഏറ്റവും മുകളിലുള്ള വൈഫൈ മാപ്പ്, നിങ്ങൾക്ക് ഈ സിമ്പിൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് 10 മില്യൺ ഡൗൺലോഡ് ഇതുവരെ നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നല്ല റേറ്റിംഗുമാണ്, 4.3 റേറ്റിംഗ്. അതായത് ഇത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നവരൊക്കെ അത് നന്നായി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ വളരെ കുറച്ച് MB ഉള്ളൂ. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമ്മൾക്കിത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, വളരെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഒരു സോഫ്റ്റ്വെയറാണ്, കുഴപ്പമില്ല. ഇനി അത് ഇൻ്റർഫേസ് ഇതാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻ സ്വൈപ്പ് ചെയ്യാം. നമുക്ക് സ്വൈപ്പ് ചെയ്യാം ലെഫ്റ്റിലോട്ട് വൺസ് അഗെയിൻ. ഓക്കെ, നോക്കൂ, മിനി മാപ്പ്. ഇന്ന് മാത്രം ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ സ്പോട്ടിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണമാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് ടോട്ടൽ മൊത്തം യൂസ് ചെയ്യുന്നവരുടെ എണ്ണമാണ്, മെമ്പേഴ്സിൻ്റെ എണ്ണമാണ് മുകളിലുള്ളത്. ഇനി നമുക്കൊന്നും ഇല്ല, ഡൺ ക്ലിക്ക് ചെയ്യണം. ദാറ്റ്സ് ഓൾ, കഴിഞ്ഞു. ഇനി ഇദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉള്ള ഈ ചുറ്റുവട്ടത്ത് എവിടെയൊക്കെ ഉണ്ടോ, നമ്മളുടെ ഈ ചുറ്റുവട്ടത്ത് എവിടെയൊക്കെ വൈഫൈ ഉണ്ടോ അതിൻ്റെ എല്ലാം പാസ്വേഡ് നമ്മൾക്ക് തരിക എന്നുള്ളതാണ്. നമുക്ക് ഞാൻ ഓൾറെഡി കണക്റ്റഡ് ആണ്. അൽമന്നായി 2 എന്ന് കാണാൻ സാധിക്കുന്നുണ്ടാവും. അൽമന്നായി 2 എന്ന് പറഞ്ഞിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യാനുണ്ട്. അതിനു മുന്നേ നിങ്ങൾ ഈ ലൊക്കേഷൻ തീർച്ചയായും ഓൺ ചെയ്തിരിക്കണം, GPS. എങ്കിലാണ് ഈ സോഫ്റ്റ്വെയറിന് മാപ്പിൽ ഗൂഗിൾ മാപ്പ് വഴിയാണ് ഇത് സെർച്ച് ചെയ്തിട്ട് പിടിക്കുന്നത്. നോക്കൂ, എൻ്റെ തൊട്ടടുത്ത് ഉള്ള ഒരു വൈഫൈ കണക്ഷനാണിത്. നോക്കൂ, 191 ഫീറ്റ് അൺനൈമഡ് റോഡ്. ആ റോഡിന് പേര് എന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പിൽ കാണില്ല, അതുകൊണ്ടാണ്. ഈ 190 ഇത് നമുക്ക് നോക്കാം ഇതിൻ്റെ പാസ്വേഡ് എന്താണെന്ന്. ഇല്ലേ, ഇതാണ് സ്പോട്ട്, കാണിച്ചിരുന്ന സ്പോട്ട് ഇതാണ്. അൺലോക്ക് പാസ്വേഡ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാസ്വേഡ് എന്താണ് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ പാസ്വേഡ്. അതായത് അതൊരു വീട്ടിലെ വൈഫൈ ആണ്. അവരതിൻ്റെ പാസ്വേഡ് ഇട്ടുള്ളത് അവരുടെ ലാൻഡ് ലൈൻ നമ്പർ ഉപയോഗിച്ചിട്ടാണ്. 44 കൂടെ കാണാൻ സാധിക്കും, 44.
ഇനി നമ്മൾ ആ ഏരിയയിലെങ്ങാനും പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഏരിയയിൽ നമുക്ക് ആ വൈഫൈ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണാം ലൈക്ക് കോപ്പി. ഈ കോപ്പി എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോപ്പിയായി. ഇനി നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കോപ്പി ചെയ്തത് അതിലെ പാസ്വേഡിലേക്ക് പേസ്റ്റ് ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ്, ഡൺ. ഓക്കെ, ഇത് നോക്കൂ. ഇത് ഇപ്പോൾ ഈ സ്പോട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ളവരാണ് ജോയിനേഴ്സ്. സോറി, അത് നമുക്ക് വേണമെന്നില്ല, നിർബന്ധമില്ല. റേറ്റിംഗ് നോക്കൂ, നിങ്ങൾ ഓരോരുത്തർ കൊടുത്ത റേറ്റിംഗ് പോയിൻറ്റ്സ്. ഓൾറെഡി ലൈവിലുള്ളവർ എത്ര പേര് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേണ്ടതും ഇതൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. കാരണം ഈ സോഫ്റ്റ്വെയറിൻ്റെ ഡൗൺലോഡ്സ് അതല്ലെങ്കിൽ വേൾഡ് വൈഡ് യൂസേജ് ആണ് കാണിക്കുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്യും, അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റിംഗും കണ്ടാൽ ഇത് എത്രത്തോളം ഇത്. ഇനി നമുക്ക് ഇവിടെ അങ്ങനെ ഞാൻ ഇത് ശരിക്കും പരീക്ഷിച്ച ഒരു സോഫ്റ്റ്വെയർ ആണ്. അതായത് ഞാനിത് എൻ്റെ പാസ്വേഡ് വേറൊരു ഫോണിൽ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് എൻ്റെ പാസ്വേഡ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന അതേ പാസ്വേഡ് ആയിരുന്നു എനിക്കവിടെ ഫോണിലും കാണാൻ സാധിച്ചത്. അല്ലേ, ചില സോഫ്റ്റ്വെയർ ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ല, അതായത് പാസ്വേഡ് ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് ഓപ്പൺ ആണ്, ഫ്രീ വൈഫൈ അല്ലേ, നസീർ 2 അത് ഓപ്പൺ ആണ്. സോറി, ഓപ്പൺ വൈഫൈ ആണ്. അനോണിമോസ് ഇതിൻ്റെ പാസ്വേഡും ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആണ്, പക്ഷേ അവർ പാസ്വേഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ ഒരു തവണ ചെയ്ത പാസ്വേഡാണ് ഇത്. ഇനി നമ്മളത് രണ്ടാമത് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അവർ പാസ്വേഡ് ചേഞ്ച് ചെയ്താലേ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വൈഫൈയുടെ എന്നോട് ചോദിച്ചവർക്ക് വേണ്ടി സ്പെഷ്യലി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നിങ്ങൾ വീഡിയോ ഇനിയും പേജ് ലൈക്ക് ചെയ്യാത്തവർ എൻ്റെ ഡോക്ടർ മല്ലു മൊബൈൽ പേജ് ലൈക്ക് ചെയ്തതിന് ശേഷം വീഡിയോ ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ മറ്റുള്ളവർക്കും ഉപകാരമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.